ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട രണ്ടുപേരെ തിരിച്ചറിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഡൽഹി സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായി ആർ അച്യുതനും അതുപോലെ ബൽറാം നെടുങ്കാടിയും വിനീത വിജിയും അവിടെയുണ്ട്. ആർ അച്യുതൻ നമുക്കൊപ്പം ചേരുകയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിൽ ഡൽഹി പോലീസിന്റെ ഒരു പ്രതികരണം വന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. അച്യുതൻ, എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭിച്ചോ? ആ പ്രതികരണം ആദ്യം നോക്കാം, അത് കഴിഞ്ഞ് ഞാൻ അച്യുതനിലേക്ക് മടങ്ങി വരാം. ആദ്യം പോലീസിന്റെ പ്രതികരണം. अभी कोतवाली थाने के अंदर एफआईआर दर्ज कर ली गई है। उसके अंदर यूपीए एक्सप्लोजिव्स एक्ट भारतीय न्याय संहिता की धाराओं के तहत मुकदमा दर्ज किया गया है। सीन ऑफ क्राइम के ऊपर फॉरेंसिक साइंस की एफएसएल की टीम भी है। उसके अलावा और भी स्पेशलाइज एजेंसीज की दिल्ली पुलिस की टीम भी है, एनएसजी की टीम भी है, जो पूरे सीन ऑफ क्राइम को यहाँ पे एग्जामिन कर रही है, आसपास के इलाके को भी एग्जामिन कर रही है और जो भी इसकी इन्वेस्टिगेशन के लिए जरूरी एविडेंसेज और ट्रेसेस हैं वो सारे कलेक्ट किए जा रहे हैं. ആർ അച്യുതൻ കൂടി വിശദാംശങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഈ നിമിഷത്തിൽ പ്രതികരിക്കാനാകില്ല. അത് അന്വേഷണം പൂർത്തിയായി അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് എത്തുമ്പോൾ അക്കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നാണ് അറിയിക്കുന്നത്. പക്ഷേ ചില സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് ഈ അമോണിയം നൈട്രേറ്റിന്റെ ഒരു സാന്നിധ്യം കണ്ടെത്തിയതായുള്ള ചില സൂചനകൾ നൽകുന്നുണ്ട്. നേരത്തെ ഫരീദാബാദിൽ നിന്ന് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുമ്പോഴും അതിൽ ഏതാണ്ട് 380 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് കൂടി പിടികൂടിയിരുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും തരത്തിൽ ആ ഫരീദാബാദ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതുമായി ബന്ധമുണ്ടോ എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായി പരിശോധിക്കുന്നത്. കാര്യം ഈ അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ അത് സ്വാഭാവികമായും മറ്റു ചില ദിശകളിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുപോലെ സാമ്പിളുകൾ ഇതിനോടകം തന്നെ ശേഖരിച്ച അതെല്ലാം പരിശോധനകൾ ഏതാണ്ട് പൂർത്തിയാക്കിയ നിലയിലാണുള്ളത്. എന്തായാലും ഇന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം നിർണായകമായിരിക്കും. ആ യോഗത്തിലായിരിക്കും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ തീരുമാനങ്ങൾ എന്താണ് എന്നത് കൈക്കൊള്ളുകയും ചെയ്യുക. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുക. അതിന് മുൻപൊരു പരസ്യ പ്രതികരണം വേണ്ട എന്നത് തന്നെയാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു നിലപാട്. എന്തായാലും അക്കാര്യങ്ങളെല്ലാം വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറിച്ച് ഇതിൽ ഏറ്റവും നിർണായകമായി ശേഖരിച്ചിട്ടുള്ളത് CCTV ദൃശ്യങ്ങളാണ്. അത് കൃത്യമായി ആ മേഖലകളിലെ എല്ലാ CCTV ദൃശ്യങ്ങളും, അതായത് ഒന്നുപോലും ഇടാതെ എല്ലാം ശേഖരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത്. അത് കൃത്യമായി സൂക്ഷ്മ പരിശോധന അടക്കം ആ CCTV ദൃശ്യങ്ങളിൽ നടത്തി. FSL ടീം ഇപ്പോഴും ആ സ്ഫോടക സ്ഥലത്ത് തുടരുന്നുണ്ട്. എന്തായാലും കൂടുതൽ സാമ്പിളുകൾ അവിടെ നിന്ന് ശേഖരിക്കുന്ന കർത്തവ്യത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ CCTVകൾ തന്നെയാണ് പല ഘട്ടത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ നിർണായകമായിട്ടുള്ളത്. ഈ ഫരീദാബാദിലെ ഈ പിടികൂടിയതുമായി ബന്ധപ്പെട്ട ഉമർ മുഹമ്മദ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ആ ഉമർ മുഹമ്മദാണ് ഈ ഒരു സ്ഫോടനം ആസൂത്രണം ചെയ്തത് എന്ന ചില സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ മറ്റ് ലിങ്കുകൾ ഇതിന് ഏത് രീതിയിലേക്കാണ് ഈ മാറിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഒരു വ്യക്തത ഉണ്ടാകും. എന്തായാലും നിലവിൽ ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നില്ല എന്നത് തന്നെയാണ്. SKN. ഓക്കെ, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ മാറിയത്. ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്ന സ്പോട്ടിൽ നിന്നാണ് അച്യുതൻ നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.